അതോടൊപ്പം ഒരുക്കി വെച്ച വെളുത്തുള്ളികൾ കാട്ടാനകൾ ചവിട്ടിയരച്ച് ഗത്യന്തരം നഷ്ടപ്പെട്ട കർഷകർ വനപാലകരെ തടഞ്ഞു വെച്ചു. കാന്തല്ലൂർ ആടിവയൽ എം മനോഹരന്റെ വെളുത്തുള്ളിയാണ് കഴിഞ്ഞ ദിവസം എത്തിയ കാട്ടാനകൾ ചവിട്ടി അരച്ച് വ്യാപക നാശനഷ്ടം വരുത്തിയത്. നമ്മൾ ഈ വെളുത്തുള്ളി നട്ടിട്ട് 120 ദിവസമായി നോക്കിക്കൊണ്ടിരുന്ന 120 ദിവസം കഴിഞ്ഞിട്ട് ഇന്നലെ മിനിഞ്ഞാന്ന് എടുത്തിട്ട് ഇന്നലെ കണ്ടിച്ച് വെച്ചതാണ്. കണ്ടിച്ച് വെച്ച് ഇതിനെ എടുക്കാൻ വേണ്ടി വെച്ചായിരുന്നു. ഇതുവരെ അത് മൊത്തം നശിപ്പിച്ച് ആന മൊത്തം നശിപ്പിച്ച് പോയി. ഈ ആറാറ്റി ടീം എന്ന് പറഞ്ഞിട്ട് 24 മണിക്കൂർ ഇവിടെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞ് കുറിപ്പിൽ എപ്പോഴും ഫോട്ടോ ഇടുന്നുണ്ട്. വന്ന് മെയിൻ റോഡിൽ വെച്ച് ഫോട്ടോ ഇടുന്നുണ്ട്. ഇതുവരെ അപ്പോൾ പിന്നെ ഫോട്ടോ ഇടുന്നവർ എങ്ങനെയാണ് ഈ കൃഷി സ്ഥലത്ത് ഇത്രയും നശിപ്പിച്ചിട്ട് അപ്പോൾ പോയത്? ചുറ്റിനുള്ള കൃഷി സ്ഥലങ്ങളിൽ മുൻപും കയറുന്നുണ്ടായിരുന്നു. എപ്പോഴും ഡെയിലി തന്നെ ആനയുടെ ശല്യം ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ആറാറ്റി ടീം ഞങ്ങൾ എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്, 24 മണിക്കൂർ പ്രവർത്തിക്കുന്നുണ്ട്. ഫോട്ടോയിൽ മാത്രമാണ് ഇടുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ആറാറ്റി ടീമിനെ വിളിക്കാൻ നേരത്തെ അവർ പ്രതികരിക്കാറുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ വിളിച്ച ഇതുവരെ അവരും വന്നിട്ടില്ല. ഫോറസ്റ്റ് സ്റ്റേഷനും ഇതുവരെ ആരും വന്ന് നോക്കിയിട്ട് പോലില്ല. മറുപടി നൽകിയ മറുപടി ഇപ്പോൾ വരാം, ഞങ്ങളിപ്പോൾ വന്നേക്കാന്ന് പറയുക, അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വന്നേക്കാം, ഞങ്ങൾ വന്ന് ഇപ്പോഴാണ് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ 8:30 ഇതുവരെ വന്നിട്ടേ ഇല്ല. നിലവിലെ ഈ ഉള്ളി എങ്ങനെയാണ് വിറ്റഴിക്കാൻ പറ്റുമോ? ഇനി ഇത് വിറ്റഴിക്കാൻ പറ്റില്ല. ഇത് ഇനി പഴയ കളയേണ്ടതേ ഉള്ളൂ. ഇനി കുളിച്ചിടണം, അല്ലെങ്കിൽ ചുമ്മാ ആറ്റിലിടേണ്ടി വരും. ഇതാണ് സംഭവം. ഇത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? മൊത്തം ഇത് ഇങ്ങനെ പറുപ്പായി പോയില്ലേ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ പറുപ്പ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഉപയോഗിക്കാൻ എന്തെങ്കിലും റസത്തിന് പോലും ഉപയോഗിക്കാൻ പറ്റില്ല. ഇതാണ് അവസ്ഥ. അതുമാതിരി ആനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറയും? ഇതെന്ത് ചെയ്യണം? ഇതിന് തീരുമാനം എടുത്തിട്ട് നിങ്ങൾ പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ആരും പോകണ്ട. എനിക്ക് സമാധാനം പറഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി. സമാധാനം പറയാതെ ഏതും ആയിരം ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. എരി വിളിച്ചെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. എനിക്ക് ഈ ഫോറസ്റ്റുകാർ അത്ര പേരും ഈ സമാധാനം പറയുന്നത്. എനിക്ക് ഇനി സമാധാനം പറഞ്ഞില്ലെങ്കിൽ ഇന്ന് എന്ത് വേണേലും ഞാൻ ചെയ്യാൻ തയ്യാറാ. ചെയ്തോട്ടെ. എനിക്കിതിന് സമാധാനം പറഞ്ഞിട്ട് ഫോറസ്റ്റുകാർ ഇതിനൊന്നും പോകാൻ പറ്റും. എനിക്ക് ഓണത്തിന് ചെയ്ത കൃഷിയായിരുന്നു. ഓണത്തിന് വെച്ച കൃഷിക്ക് ഇതുവരെ തന്നിട്ടുണ്ടോ? ഓണത്തിന് വേണ്ടി ഇന്ന് ഈ ഓണം ആഘോഷിക്കാൻ പറ്റുമോ? എനിക്ക് ഓണം ആഘോഷിക്കാൻ പറ്റുമോ? ഇനി ഇങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത്. വിഷമത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ബീൻസ് മൊത്തം നശിപ്പിച്ചതാണ്. ഇപ്പം രാവിലെ 7 മണിക്ക് വിളിച്ചിട്ട് എത്ര മണിക്കാണ് വന്നത്? 7 മണി തൊട്ട് കുറിപ്പിലിട്ടുകൊണ്ടിരിക്കുക. ഇതൊരു ആനയ്ക്ക് പ്രശ്നം. അപ്പോൾ ഓടിയവരെല്ലാവരും ഇപ്പൊ ആന എന്തെങ്കിലും ഇവിടെ കിടന്നെന്ന് വെച്ചോ, എത്ര വണ്ടി ഇപ്പൊ വന്നു കാണും ഇവിടെ? വരില്ലേ? വരില്ല. കൃഷിക്കാരന്റെ വിഷമം. എനിക്ക് കഴിഞ്ഞ ബീൻസിന് എഴുതി കൊടുത്തായിരുന്നു കാട്ടുപോത്ത് നശിപ്പിച്ചെന്ന് പറഞ്ഞ്. ഇതുവരെ 10 പൈസ കിട്ടിയിട്ടില്ല. പിന്നെ അതുപോലെ സ്കൂട്ടിന് അപേക്ഷ വെച്ചിട്ട് ഇതുവരെ 10 പൈസ എനിക്ക് കിട്ടിയിട്ടില്ല. 10,000 രൂപ നഷ്ടമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. ചെയ്ത എല്ലാം ഉണ്ട്. ഇപ്പം ഇനി നിങ്ങൾ പറയും ഇന്ന് ഇതിന് എഴുതി കൊടുത്തരാ, ഇന്ന് നിങ്ങൾക്ക് തരാമെന്ന് പറയും. ഇത് തന്നിട്ടാണ് ഓണം ആഘോഷിക്കാൻ പറ്റും. ഇതല്ല ഓണം ചെയ്യുന്നത്. ഇതിനെന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾ തന്നെ പറയും. ഞാൻ എന്ത് ചെയ്യണം? ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇല്ലെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എടുത്ത് കൊണ്ടുപോയിക്കോ. എനിക്കൊരു വിഷയമില്ല. ഇത് നിങ്ങൾ തന്നെ കൊണ്ടുപോകണം. നിങ്ങൾ കൊണ്ടുപോയി ഇപ്പോൾ സ്റ്റേഷൻ തന്നെ കൊണ്ടുപോയി നിങ്ങൾ പുളിങ്ങി തിന്നാൽ മതി. സാറ് വന്നാൽ ശരി, ആറ് വന്നു அதுக்கு தீர்மானம் தான் நாம சொல்ல முடியும். ஸ்டேஷன் நீங்களே அங்கேருந்து கூப்பிட்டு நீங்கள் எத்தனை பேர் வேணுமோ நீங்கள் கூப்பிட்டு சாக்கில் பாருங்கள். சாக்கில் எடுத்து ஒன்றும் எனக்கு பிரச்சனை இல்லை. ஒன்று ஸ்டேஷன் கொண்டு போங்க. இதை சாதனத்து மொத்தம் ஸ்டேஷன் கொண்டு போங்க. இல்லைனா இது மாதிரி என்ன செய்யணுமோ அதுக்குள்ள தீர்மானம் எனக்கு தந்துட்டு நீங்கள் போங்க. அவ்வளோ நான் சொல்ல முடியும். எனக்கு வேறு ஒன்றுமே என்ன செய்ய முடியாது. எனக்கு இனி வேறு ஆளை விட்டு இதை எடுக்க முடியாது. இங்கே